യൂട്യൂബ് നിർത്തിയിട്ട് പോകാൻ ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. കാരണം ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല. നമുക്ക് ഇതിനെക്കൊണ്ടൊന്നും കാര്യമില്ലാന്ന് വിചാരിച്ച് യൂട്യൂബ് നിർത്തി പോകാൻ ആലോചിക്കുന്ന വ്യക്തിക്ക് പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനു മുമ്പേ മറ്റൊരു സ്റ്റോറി പറഞ്ഞുതരാം. ജപ്പാനിൽ അണുബോംബിട്ട സമയത്ത് ഈ അണുബോംബിട്ടത് കാരണം ഒരുപാട് ആൾക്കാർ ഈ നാട് വിട്ടിട്ട് പോയി. കാരണം മൊത്തം കത്തി നശിച്ചു. ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായി. അങ്ങനെ ആളുകൾ ഇങ്ങനെ മാറി, മാറി, മാറി വിറ്റിട്ട് പോയി. പിന്നെ ഗവൺമെന്റ് തലത്തിലും കുറേ ബിൽഡിങ്ങുകളൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഈ ബിൽഡിങ്ങുകളൊക്കെ വളരെ ചെറിയ പൈസക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു, ഇത് പലപ്പോഴായിട്ട് ഈ ബിൽഡിങ്ങുകളും മറ്റൊക്കെ ചെറിയ പൈസ കൊടുത്ത് വാങ്ങിച്ചു. പിന്നെ 2, 3 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ജപ്പാൻ പഴയ രൂപത്തിലേക്ക് ആവുകയും ഈ ബിൽഡിങ്ങൊക്കെ ആവശ്യം വരികയും ചെയ്യും. അന്ന് അയാൾ എന്ത് ചെയ്തു, ഈ ബിൽഡിങ്ങൊക്കെ വിറ്റിട്ട് വലിയൊരു കോടീശ്വരനായി മാറി എന്നാണ് പറയുന്നത്. റോബർട്ട് കിയോസാക്കിൻ്റെ ഒരു റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ബുക്കുണ്ട്. ആ ബുക്കിലാണെന്ന് തോന്നുന്നു ഞാൻ ഇത് വായിച്ചത്. അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം, ഇതേപോലെയാണ് യൂട്യൂബിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത്. യൂട്യൂബ് നമ്മളിപ്പോൾ പലരും പറയും വ്യൂസ് ഇല്ല, യൂട്യൂബിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും യൂട്യൂബ് ലേറ്റസ്റ്റ് ആയിട്ട് 20 അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ 20 അപ്ഡേറ്റിൽ 20 എണ്ണം ഞാൻ പറയുന്നില്ല. അതിൽ നമുക്ക് കുറച്ചെണ്ണം മാത്രം മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. അത് മാത്രം ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ആദ്യം വരുന്നത് നമ്മളിപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പരസ്യം പറയാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്, അല്ലെങ്കിൽ ഒരു ലൈറ്റിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മഴയുണ്ട്, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു സമയത്താണ്. അപ്പം ഞാനൊരു ലൈറ്റ്, ചെറിയൊരു മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ലൈറ്റിനെ കുറിച്ചിട്ട് ഞാൻ റിവ്യൂ പെയ്ഡ് ആയിട്ട് പറയാമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മാസം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യാം, അതിൻ്റെ സ്ലോട്ടിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ള ഓപ്ഷനും അത് റീപ്ലേസ് ചെയ്യാൻ ഓപ്ഷനും യൂട്യൂബ് തരുന്നുണ്ട് എന്നുള്ളതാണ്. മോണിറ്റൈസേഷൻ ആയവർക്കായിരിക്കും മിക്കവാറും അത് കിട്ടുക. പക്ഷേ എന്നാലും മോണിറ്റൈസേഷൻ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പല സാധനങ്ങൾ യൂട്യൂബ് ഇനി പുതുതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഷോർട്സ് ചെയ്യുന്ന സമയത്ത് ഷോർട്സ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ലിങ്ക് താഴെ ഇട്ടാൽ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് മറ്റേ ലിങ്ക് ഇട്ടാൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ യൂട്യൂബ് ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പരസ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് ഇടാനുള്ള ഓപ്ഷൻസ് ഇനി മുതൽ യൂട്യൂബ് തരുന്നതാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം. അത് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, യൂട്യൂബ് ഗൂഗിൾ ആഡ്സ് വഴി എന്ത് ചെയ്യും, ഈ ആഡ്സ് റൺ ചെയ്യുമല്ലോ, പല പ്രൊഡക്റ്റിനെ കുറിച്ചും മറ്റ് ആഡ്സ് റൺ ചെയ്യും. ഈ ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള ആഡ്സിൻ്റെ പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന്, അതായത് ഇപ്പം ടെക്ക് പരമായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്നെ സജസ്റ്റ് ചെയ്യും. ഇത് ഇന്നൊരു ക്രിയേറ്റർ ഉണ്ട്, ആളുടെ വീഡിയോസിൽ നിങ്ങളിത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി റീച്ച് കിട്ടുമെന്ന രീതിയിൽ നമ്മളെ സജസ്റ്റ് ചെയ്യും ബ്രാൻഡുകൾ. യൂട്യൂബ് പുതിയ പദ്ധതി കൊണ്ടുവന്നാണ്, ബ്രാൻഡുകൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബ്രാൻഡുകൾക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബ്രാൻഡ് ഡീൽസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ബ്രാൻഡ് ഡീൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടി അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം മൂന്നാമത്തെ ഇതാണ്. നാലാമത്തത് വരുന്നത്, നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുമല്ലോ. പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടാഗ്സ് ആഡ് ആവും. പ്രൊഡക്റ്റ് അവിടെ ആഡ് ആയിക്കോളും. യൂട്യൂബ് തന്നെ ആ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതാണോ ഇത്ര വലിയ കാര്യം? ഇത് മോണിറ്റൈസേഷൻ ആയാലല്ലേ? നമ്മളൊക്കെ മോണിറ്റൈസേഷൻ ആവാൻ തന്നെ ഇവിടെ പെടാപ്പാട് വിടുന്നു. അപ്പോഴാണ് മോണിറ്റൈസേഷൻ ആയ ശേഷമുള്ള കാര്യം. പക്ഷേ അതൊരു പോസിറ്റീവായ കാര്യമാണ്. മാത്രമല്ല, മുന്നേ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. യൂട്യൂബിൻ്റെ റവന്യൂ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 0.20 മുതൽ 0.50 വരെയാണ് ഞാൻ പത്തുണ്ടായിരുന്നു. അന്ന് ആ എമൗണ്ടാണ് കിട്ടിക്കൊണ്ടുണ്ടായത്. പക്ഷേ കഴിഞ്ഞ 2, 3 വീഡിയോസിലായിട്ട് എനിക്ക് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത്, എനിക്ക് 1000 വ്യൂസിന് $1 കിട്ടിയത്. അതായത് 16,000 വ്യൂസ് വന്ന വീഡിയോയ്ക്ക് എനിക്ക് $16 കിട്ടി. അപ്പോൾ അത് വലിയൊരു എമൗണ്ടാണ്. കാരണം നമുക്ക് അതുവരെ 0.20 കിട്ടിയ ആളുകൾക്ക്, അല്ലെങ്കിൽ 0.50 കിട്ടിയ ആളുകൾക്ക് $1 കിട്ടുക എന്ന് പറഞ്ഞാൽ, യുഎസിലും മറ്റൊക്കെയാണ് ഞാൻ പണ്ട് നോക്കിയാൽ കണ്ടിട്ടുള്ളത്. യുഎസിലൊക്കെയാണ് $1 കിട്ടുക. പക്ഷേ നമുക്കിതിപ്പോൾ ഇവിടെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ അത്രയും ഒരു എമൗണ്ട് ഹൈപ്പ് വന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയാൽ നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ റിയൽ എക്സാമ്പിൾ എൻ്റെ തന്നെ എടുത്തിട്ട് പറഞ്ഞതാണ്. എൻ്റെ 2 വീഡിയോസിന് പിന്നെ ഇതുപോലെ 1.3ഉം 1.7 ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ യൂട്യൂബിൻ്റെ അടുത്ത് നല്ല രീതിയിലുള്ള ഒരു പുഷ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ചാനൽ പെട്ടെന്ന് നിർത്തിയിട്ട് പോകണ്ട. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ പോവാം. പക്ഷേ കുറേ കാര്യങ്ങൾ ചേഞ്ചസ് വരുത്താനുണ്ട് ചാനലിൽ. അതായത് ചാനലിൽ ഇത് നിലവിലുള്ള തമ്പനെയിൽസ് മാറ്റണം, നിങ്ങൾ വീഡിയോ എടുക്കുന്ന സ്റ്റൈല് മാറ്റണം,
അങ്ങനെ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോയാലാണ് 2026 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം കുറേ ചേഞ്ചസ് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഴയ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ എവിടെയും എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ചേഞ്ചസ് വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മോണിറ്റൈസേഷൻ ആവും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ പിന്നെ പുതിയൊരു അപ്ഡേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങൾ പിന്നെ ആരും നിർത്തിയിട്ടൊന്നും പോകണ്ട. ഇനിയും സാധ്യതകൾ വരാണ്ട് ഇനി ഒരുപാട് അപ്ഡേറ്റ് ഇപ്പോൾ 20 എണ്ണം വന്ന് ഞാൻ പറയാം 20 അപ്ഡേറ്റ് വന്നെന്ന് പറഞ്ഞു. അതിൽ കുറച്ചെണ്ണം മാത്രമേ ഇനി പറ്റുള്ളൂ. ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പിന്നെ എങ്ങനെ മോണിറ്റൈസേഷൻ ആവാം, എങ്ങനെ 4000 മണിക്കൂറാവാം എന്ന് പറഞ്ഞ വീഡിയോസ് മാത്രമേ പലരും കാണുള്ളൂ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് കൂടുതൽ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. കുറേ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കൂടി കിട്ടിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ മാക്സിമം വീഡിയോ കാണാൻ നോക്കുക. കാരണം എന്നാലേ എനിക്ക് പുതിയ പുതിയ ടോപ്പിക്കുകൾ പറയാൻ പറ്റുള്ളൂ. ടോപ്പിക്ക് പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി കുറച്ചുകൂടി എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി ആയിട്ട് നമ്മൾ സക്സസ് ആവുക എന്നുള്ള കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമുക്ക്